എല്ലാവർക്കും നമസ്കാരം. മനു, ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വൈഫ് സ്വാപ്പിംഗ്. കേട്ടിട്ടുണ്ടോ? ആക്ച്വലി ഞാനത് കേൾക്കുന്നത് കഴിഞ്ഞ ആഴ്ചയാണ്. എനിക്ക് ഇമാതിരി സകല കുറിച്ചുള്ള അറിവ് എനിക്കുണ്ട്. എനിക്ക് ആക്ച്വലി അറിയില്ല, ഈ സംഭവം ഞാൻ കേട്ടിട്ടില്ല, എന്താണെന്ന് കേട്ടിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ച എന്നൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രോ എൻ്റെ ഫാമിലിയിൽ ഒരാളിങ്ങനെ ഇതിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, പക്ഷെ അവർക്ക് ആ ഫാമിലി വിട്ടു പോകാൻ പറ്റുന്നില്ല. അതിന് മുമ്പ് ഈ വൈഫ് സ്വാപ്പിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈഫ് സ്വാപ്പിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് ഭർത്താക്കന്മാരുണ്ട്. ദിവന്റെ ഭർത്താവിന് ദിവക്കും കൊടുക്കും, ദിവന്റെ ഭർത്താവിനെ ദിവക്കും കൊടുക്കും. ഈ ഇവളുടെ ഭർത്താവിന് പാർട്ട്നേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രത്യേകതരം പ്രക്രിയയാണ് ഈ വൈഫ് സ്വാപ്പിംഗ്. പ്രത്യേകതരം സൈക്കോസിസം. അതെ, ഇതാണ് വൈഫ് സ്വാപ്പിംഗ്. എനിക്കിതെല്ലാം അറിയാം. ഞാനൊന്ന് മറ്റേ കാലിന്റെ കേസ് ഞാനല്ലേ കറക്റ്റായിട്ട് പറഞ്ഞു തന്നെ. കാലിന്റെ കേസ് ചെയ്യണു കാല് കാണിക്കുന്ന സമയത്ത് എനിക്കെല്ലാം അറിയാം. ഇതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ടൊരു ഗഗനമായി പഠിത്തം നടത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഈ കാലുകളുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ പുള്ളിയായിട്ട് സംസാരിച്ചത് എന്താ സംഭവം എന്ന്. ഇങ്ങനെ ഒരുപാട് തരം ഫാൻറ്റസികൾ നമ്മുടെ നാട്ടിൽ നടപ്പുണ്ട്. ഈ ഫാൻറ്റസികളുടെ പിന്നിലെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവന്മാർക്ക് ഇപ്പം ചിലർ പറയത്തില്ലേ, ലെസ്ബിയനാണ്, ഗേ ആണ്, അവരോട് മാത്രം അട്രാക്ഷൻ തോന്നുന്ന പോലെ, ഇങ്ങനെ ബൈസെക്ഷൽ എന്നൊക്കെ പറയുന്ന പോലെ, ഇങ്ങനെ ഇവരുടെ ലോകത്ത് ഇവരുടേതായ ഒരുപാട് ഫാൻറ്റസികളുണ്ട്. അതുപോലത്തെ ഒരു തരം ഫാൻറ്റസിയാണിത്. ഇത് മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ ഇമാതിരി ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ സംഭവം അറിയുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി ഇത് കേട്ടിട്ടുണ്ട് ഈ പരിപാടിയെ കുറിച്ച്. അത് കാലിന്റെ പരിപാടി അല്ലല്ല, ഈ വൈഫ് സ്വാപ്പിംഗ് നമ്മുടെ നാട്ടിലെ നമ്മുടെ മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ പറഞ്ഞു തരാം. ആയിക്കോട്ടെ. അല്ല, ചുരുക്കി പറഞ്ഞാൽ ഞാനൊക്കെ ഇനി ഒരുപാട് അപ്ഡേറ്റഡ് ആവാനുണ്ട്. ചിന്ന പയലിത് സത്യം. അപ്പൊ എന്തായാലും ഇതിനകത്ത് എന്താ സംഭവം ചോദിച്ചാൽ, ഇവരുടെ ഫാമിലിയിൽ ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം വന്നപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്കൊരു ആഗ്രഹം, ഇത് പബ്ലിക്കിലേക്ക് എത്തണം, പബ്ലിക് അറിയണം എന്താ സംഭവം എന്നുള്ളത് മനസ്സിലാക്കണം എന്നൊക്കെ കരുതിയിട്ടാണ് ഇവർ എന്നോട് സംസാരിച്ചത്. ഞാൻ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എനിക്കൊരു ഓഡിയോ അയക്കും, എന്താണ് വ്യക്തമായിട്ട് പറയുന്ന ഒരു ഓഡിയോ അയക്കും, അത് കേട്ടിട്ട് അത് ഞാൻ പബ്ലിക്കിലേക്ക്. ഈ വീഡിയോ ബാക്കി കാണുന്നതിന് മുമ്പ് 18 വയസ്സിന് തികയാത്ത ടീമുകളൊക്കെ ഇത് ഇപ്പോഴേ സ്കിഡ് ചെയ്തോ. ഇത് പേരൻസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ പിള്ളേരെ ഒന്ന് മോണിറ്റർ ചെയ്യുക, അല്ലെങ്കിൽ കല്യാണം കഴിച്ചു വിടുന്ന സമയത്ത് അവരൊന്ന് മോണിറ്റർ ചെയ്യുക. 18 വയസ്സിന് താഴെയുള്ളവർ ഈ വീഡിയോ കാണരുത്. ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള വേറൊരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ നെയ്യാറ്റിൻകര വ്ളാത്താങ്കരയിൽ ഒരു പെൺകുട്ടീനെ ഹസ്ബൻഡ് കുത്തി തീർത്തു. നിങ്ങൾ അറിഞ്ഞു കാണും. അൽക്ക എന്നാണ് കുട്ടിയുടെ പേര്. ശരിക്കും ഒരു ആർട്ടിസ്റ്റിന്റെ മകളാണ്. മല്ലിക എന്നാണ് ആ ചേച്ചിയുടെ പേര്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന കുട്ടിയാണ്. ഒരു ഇൻട്രോവേർട്ടോ അങ്ങനെയൊന്നും അല്ല, ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ ഈ ചേച്ചിയും അങ്ങനെ തന്നെ സീരിയലൊക്കെ അഭിനയിച്ച് അങ്ങനെ നല്ല രീതിയിൽ ആ കുട്ടികളെ വളർത്തിക്കൊണ്ട് വന്ന് സിംഗിൾ പാരന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇന്ന് ആ കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. ആ കുട്ടിയുടെ ഭൂമിയിലില്ല. അപ്പോൾ അത് റീസൺ പറയുന്നത് ഹസ്ബൻഡിന്റെ സംശയരോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ കുട്ടി സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയിരുന്നു, നാട്ടിൽ നിന്ന് മാറിപ്പോകുന്നില്ല. ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണമാണ് ഞാൻ പറയുന്നത്. ഇതുപോലുള്ള ഒരുപാട് പെൺകുട്ടികൾ ഇത്തരം പ്രശ്നങ്ങൾ പെട്ട് ജീവിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. പലതും വാർത്തകൾ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഇങ്ങനെ ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാവുന്നത്. നമുക്കെന്തായാലും ഇവർക്ക് പറയാനുള്ള ഓഡിയോ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഞാൻ പറ്റുവാണെങ്കിൽ ഈ ഓഡിയോയുടെ ടോൺ ഒന്ന് മാറ്റും, കാരണം ഇത് ആരെയും ബാധിക്കാൻ പാടില്ല. അതുകൊണ്ട് ടോൺ ഒന്ന് മാറ്റും. നമുക്കെന്തായാലും ഓഡിയോ ഒന്ന് കേൾക്കാം. ഈ ഒരു വോയിസ് ഞാൻ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒന്ന് നമ്മുടെ ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. ഇതെൻ്റെ ഒരു സഹോദരി, എൻ്റെ കസിൻ സിസ്റ്ററാണ്. അവളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അവൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തു. അപ്പോൾ അത് എനിക്കത് എന്നിൽ മാത്രം ഒതുങ്ങണമെന്ന് തോന്നിയില്ല. അത് മറ്റുള്ളവരോട് അറിയണം, നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാര്യ ഭർത്താവ് ബന്ധം എന്ന് പറയുമ്പം അത് നമ്മൾ പൊതുവെ കണ്ടുവരുന്നത് അതൊരു എന്താ പറയുക, ഒരു സുന്ദരമായ ഒരു ജീവിതം അങ്ങനെയാണ് എല്ലാവരും കാണുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്ന് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി. അത് നമുക്കറിയാവുന്ന നമ്മുടെ കൂടെപ്പിറപ്പായ ഒരാളുടെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞപ്പം അത് ഭയങ്കര ഒരു ഷോക്കായി. അതിപ്പം ഞാനതിപ്പോൾ എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താ പറയുക, നിങ്ങളെപ്പോലെ ട്രസ്റ്റ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ്, അത് നമുക്കിപ്പോൾ നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് അറിയിക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗം ഞാൻ നോക്കിയിട്ട് ഇതേ ഉള്ളൂ. എന്നുവെച്ചാൽ നമ്മളുടെ നാട്ടിലെ രീതികൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പലരും ഈ സെക്സ് അഡിക്റ്റ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവളുടെ ഹസ്ബൻഡ് ആ ഒരു രീതിയാണ്. അവളെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇപ്പം നമ്മൾ പൊതുവെ കേട്ടിട്ട് ഈ ഇങ്ങനത്തെ ഉള്ള അഡിക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇതുണ്ടാക്കാനുള്ള കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ വലിയൊരു പങ്കാണ് ഇതിനകത്ത് വഹിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് വെബ്സൈറ്റുകൾ ബാനാണ്. എന്നിട്ടും ഒരുത്തൻ കേസും പൊക്കി പിടിച്ചോണ്ടോ ബാനായിട്ടുള്ള വെബ്സൈറ്റിൽ അയാൾ മറ്റേ ശ്വേതാമേനോനെ കണ്ടെന്നും പറഞ്ഞിട്ട്. സോ അങ്ങനത്തെ സാധനങ്ങൾ വരെ ഇവിടെ ആക്സസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ ഇതിനൊരു വലിയ പ്രശ്നമാണ്. ഇതിനെതിരെയാണ് പല ആൾക്കാരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മാസ്റ്റർ മൈൻഡ് മനു എന്നൊക്കെ പറയുന്ന ചാനലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ. പക്ഷേ ഇതിലെന്ത് പ്രശ്നം അറിയൂ, നിയമപരമായിട്ട് പോയിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സൈബർ സെല്ലിൽ പോവുകയാണെങ്കിൽ അവർ ചോദിക്കുന്നത് എന്താണ്, ഇപ്പോൾ നോർമൽ പോലീസ് സ്റ്റേഷനിൽ വരുന്ന കംപ്ലയിൻസിനെക്കാളും കൂടുതൽ
സൈബർ സ്റ്റേഷനിലാണ് വരുന്നത്. പക്ഷെ അവർക്ക് നടപടി എടുക്കാൻ പറ്റുന്നില്ല. എന്താ കാര്യം ചോദിച്ചാൽ ഇതിനകത്ത് ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഒരു കേസ് പോയി കഴിഞ്ഞാൽ മിനിമം നമ്മുടെ നാട്ടിൽ തീരാൻ 6-7 വർഷം എടുക്കും. അതെ. ഇത് തന്നെയാണ് അവരുടെയൊക്കെ ധൈര്യം. അതെ, അഡ്വക്കേറ്റ്സ്, ഇവർക്ക് സെപ്പറേറ്റ് അഡ്വക്കേറ്റ്സ് ഉണ്ടാവും. ആ അഡ്വക്കേറ്റ്സ് നൂലാമാലകൾ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ പോലീസ് വിളിക്കുവാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് പല ആൾക്കാരും ഊരിപ്പോരുന്നത്. ബാക്കിയൊക്കെ അല്ലേ ഒരുപാട് ഇപ്പം നമ്മൾ പൊതുവേ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ നമ്മൾ കേട്ടിട്ടുള്ളൂ, പക്ഷെ നമ്മളിതിനെ കുറിച്ച് ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ അവൾ പറഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ അറിയുന്നത്. അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ മാറുന്നതും അങ്ങനെ സെക്സ് ചെയ്യുന്നതും, പിന്നെ അതുപോലെ തന്നെ വൈഫിനെ മറ്റുള്ള ആൾക്കാർക്ക് കൊടുത്തിട്ട് അത് കണ്ട് രസിക്കുന്ന ഹസ്ബൻഡ്, ആ കൂടെ ജോയിൻ ചെയ്ത് ചെയ്യുന്ന ഹസ്ബൻഡ്, അതുപോലെ തന്നെ ഹസ്ബൻഡും വൈഫും പിന്നെ വേറൊരു പെണ്ണിനെയായിട്ട് വിളിച്ചിട്ട് ചെയ്യുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അവളുടെ ജീവിതത്തിൽ ഇത് പോസിബിൾ ഒരു വട്ടമായി എന്നാണ് അവൾ പറഞ്ഞത്. അവളുടെ ഹസ്ബൻഡ് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 9 വർഷം കഴിഞ്ഞു. അപ്പം ഒരു മകളുണ്ട്, ഒരു കുഞ്ഞു മകളാണ് അവർക്കുള്ളത്. അപ്പം കുഞ്ഞിന് 6 വയസ്സായി. അപ്പം ഇവർ കല്യാണം എല്ലാം കഴിഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ ജീവിച്ചൊരു ഫാമിലിയാണ് അവർ. രണ്ടുപേരും നാട്ടിൽ ജോലിയാണ്. വൈഫിനും ജോലിയുണ്ട്, ഹസ്ബൻഡിനും ജോലിയുണ്ട്, രണ്ടുപേർക്കും നാട്ടിൽ ജോലിയാണ്. അപ്പം അവരിങ്ങനെ നിന്ന സമയത്ത് ഹസ്ബൻഡ് ഇങ്ങനെ സെക്ഷലി കുറച്ച് കാര്യങ്ങൾ പുള്ളിക്ക് ഫാൻറ്റസി വേൾഡാണ് പുള്ളിക്കാരൻ്റെ ഇഷ്ടങ്ങൾ. ആദ്യമൊക്കെ അവൾ കല്യാണത്തിന് സമയത്ത് ഇങ്ങനെ പറഞ്ഞപ്പോഴൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അവർക്ക് സമ്മതിച്ച് കൊടുക്കാനും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതായത് അയാൾ പറയുന്ന വ്യക്തികൾ, ഇന്നിപ്പോൾ അയാളുടെ അമ്മയായിരിക്കും, അല്ലെങ്കിൽ അമ്മായിമ്മ, അതായത് അവളുടെ അമ്മയെ പോലും അയാൾ ആ ഒരു രീതി കണ്ടിട്ട് അവൾ ആ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അഭിനയിച്ചിട്ട് അയാളുടെ കൂടെ സെക്സ് ചെയ്യണം. അതുപോലെ തന്നെയായിരുന്നു അയാളും. ചിലപ്പോൾ ഇവളോട് പറയും നിന്റെ അച്ഛൻ്റെ കൂടെ ചെയ്യുന്ന രീതി ചെയ്യാൻ പറയും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അയാളുടെ പെങ്ങന്മാരാന്നുള്ള ഇത് മുഴുത്ത എന്തോതരം അസുഖമാണ്. സൈക്കോസിന്റെ എക്സ്ട്രീം ലെവൽ. കുറേ നാളുകൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ഇന്റർനെറ്റ് ഒക്കെ രൂപാന്തരപ്പെട്ട സമയത്ത് ഇതേപോലത്തെ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ഇതേപോലത്തെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു ചാറ്റ് റൂം പോലെ സാധനം. ഈ ചാറ്റ് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം കാണാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാറ്റ് ചെയ്യാം. അപ്പോൾ അതിനകത്തുനിന്ന് രൂപാന്തരപ്പെട്ട ഒരു സാധനമാണ് ഇന്ന് പലരും കേട്ടിട്ടുള്ള റോൾ പ്ലേ എന്ന് പറയുന്ന സാധനം. അതാണ് ഇപ്പോൾ ഇതിനകത്ത് ഈ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരാളെ അറ്റാക്ക് ചെയ്യുക, ടീച്ചർ സ്റ്റുഡൻറ്റ് അറ്റാക്ക് ചെയ്യുക, ഇതാണ് പറയുന്നത്. ഇതൊരു പ്രത്യേകത അസുഖമാണ്. ഇത് ഉടനെ ചികിത്സിച്ച് കഴിഞ്ഞാൽ മാറും. ഞാൻ ഇടയ്ക്ക് 9 വർഷമാണ് പറയുന്നത്. ഞാൻ ഇടയ്ക്ക് ഒരു ഡോക്ടറിൻ്റെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം വിഷയങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഓൾറെഡി ഇങ്ങനത്തെ ഒരുപാട് കേസസ് ഈ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ചിലയിടത്ത് ഭാര്യയ്ക്കും ഭർത്താവിനും ഓക്കെയാണിത്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യാനായിട്ട് ഓക്കെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഡോക്ടറിനെ ഞാൻ കണ്ടത്, ഞാൻ ഡോക്ടർ ആരെന്ന് ഓർക്കുന്നില്ല. അപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ ഭാര്യയ്ക്ക് വേറൊരുത്തൻ്റെ കൂടെ ചെയ്യുന്നത് ഈ ഭർത്താവിന് കാണണം, അതാണ് അതിൻ്റെ ഫാൻറ്റസി. ഈ ഭാര്യയ്ക്ക് അത് കുഴപ്പമില്ല, ഓക്കെയാണ്. പക്ഷെ അവരതങ്ങനെ പോകുമ്പോഴത്തേനും മീൻസ് അവരുടെ ഒരു എത്തിക്സ് അവരെ ബാധിക്കുന്നു. ഇത് ശരിയാണോ എന്നുള്ളത്, അങ്ങനെയാണ് അവർ ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നത്. ഡോക്ടർ അവർക്ക് കൊടുത്ത സാധനം അവനും നിനക്കും കുഴപ്പമില്ല, സോ അപ്പോൾ അത് അവരെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ അവിഹിതം എന്ന് പറയുന്ന സാധനത്തിനെ ഭയങ്കരമായിട്ട് നോർമലൈസ് ചെയ്യുന്നൊരു സംഭവം നടക്കുന്നത്. അവർക്കുണ്ട്, ഇവർക്കുണ്ട്, മറ്റവർക്കുണ്ട്, പിന്നെ എനിക്കുണ്ടായാലെന്താ ഈ ഒരു ചിന്ത. അതൊക്കെയാണ് ഇതിലേക്ക് ലീഡ് ചെയ്യുന്നൊരു സാധനങ്ങൾ. ഇത് അഫക്റ്റ് ചെയ്യുന്ന ആരെയെന്നറിയോ? സിൻസിയർ ആയിട്ട് നിൽക്കുന്ന ഒരാളുണ്ട്, അയാൾക്ക് അഫക്റ്റ് ആവും. രണ്ടുപേരും ഫ്രോഡാണെങ്കിൽ ഒന്നും നോക്കാനില്ല, സൂപ്പർ സാധനം. വൈഫിന് പ്രശ്നമാണല്ലേ പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ വെച്ചിട്ട് ഇതിപ്പോ 2 ഹസ്ബൻഡ് ഉണ്ട്, 2 വൈഫുണ്ട്, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യുന്നുണ്ട്, അവർക്ക് പ്രശ്നമില്ല എന്നുള്ള സാഹചര്യത്തിൽ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? എന്നാൽ പോലും മനസാക്ഷി കുത്തുന്ന സാധനം ഇല്ലേ ഇതിനകത്ത്? ബേസിക് ആയിട്ട് ഇതിനെ ശരിയെന്ന് ചിന്തിക്കുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, പലതരത്തിലുള്ള അസുഖങ്ങളോടെ മണ്ടക്കോട്ട് കയറി വരും. അതും കൂടെ ഒന്ന് ചിന്തിക്കുക. എന്നിട്ട് പരിപാടിയിലേക്ക് ഈ ഒരാളുടെ കൂടെ ആയിരിക്കില്ലല്ലോ. അതെ, ഈ വൈഫ് സ്വാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കില്ലേ? ഇങ്ങനെ ഒരു ഫാന്റസി ഉള്ളവൻ സിംഗിൾ പാർട്ട്ണറി ഒതുങ്ങുന്ന ഒരാളായിരിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനും മുന്നോട്ടുള്ള ജീവിതം മൊത്തം പ്രശ്നമാകാനുള്ള സാധ്യതകളുണ്ട്. ഇതിപ്പോൾ ആലോചിക്കുക, 9 വർഷമായിട്ട് ഇവരിത് ഫേസ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന പർട്ടിക്കുലർ ലേഡി, ഇവരല്ല കേട്ടോ, ഇവരുടെ അറിയുന്ന അവർ 9 വർഷമായിട്ട് ഫേസ് ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു അവരോട്, എന്തുകൊണ്ട് ഇവർക്ക് അതിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റുന്നില്ല? ഇമോഷണലി കണക്റ്റഡ് ആണ്, ഹസ്ബൻഡിലേക്ക് ഇമോഷണലി കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഇവർക്ക് വിട്ടുപോകാനോ അല്ലെങ്കിൽ ഈ ഡിവോഴ്സിന് അറ്റൻഡ് ചെയ്യാനോ അപ്ലൈ ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല, മാനസികമായിട്ട് പറ്റുന്നില്ല. ഇതാണ് അവർ പറയുന്ന മറുപടി എന്ന് പറയുന്നത്. അപ്പോൾ പരിഹാരം എന്താണെന്ന് വെച്ചാൽ, ഇനി ഇയാളെ കൗൺസിലിംഗിന് വേണ്ടി വിളിക്കുന്ന സമയത്ത് ഇയാൾ ഓക്കെയാണ്, പക്ഷെ ആ പോകേണ്ട സമയമായിരിക്കും ഇയാൾ മാറുന്നു. അത് മറ്റൊരു തരം സംഭവമാണ്. ഇതെന്നിൽ നിന്ന് പോകുമോ എന്നുള്ള സാധനമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ അതിഭീകരമായി മദ്യത്തിനും ലഹരിക്കും അടിമയായിട്ട് ഒരാളാണെങ്കിൽ ഇന്ന് വരെ എനിക്ക് തോന്നുന്നില്ല തിയേറ്ററിൽ എഴുതി കാണിക്കും ഫോർ. ഒരിക്കലും ഇല്ല. ഞാൻ പലപ്പോഴും ആഡ് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ മുഖം മുത്തിരിക്കും. ഈ മുഖത്തൊക്കെ സംഭവം കാണിക്കുമ്പോഴേ എന്തെങ്കിലും പോപ്കോൺ വെച്ച് സാധനം കാണിക്കുന്നത്. അത് അവരുടെ ഹെൽപ്പ് ലൈനിലേക്ക് ഒരു കോൾ പോലും പോയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ അവർക്കും ഇപ്പോ നമുക്കൊരു സാധനത്തെ അഡിക്ഷൻ ഉണ്ട്, അത് നിർത്തണമെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അയ്യോ ഇനി ഇതൊന്നും ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ശരിക്കും ഒരു സീരിയസ് ഇഷ്യൂ ആണിത്. ഇതെന്നുള്ളതല്ല, ഏതൊരു അഡിക്ഷനും പ്രശ്നമാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ പിള്ളേർ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഓവർ അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ്.
ഫുഡ് കഴിക്കുന്ന ഓവറായ പ്രശ്നമാണ്, എല്ലാം അമിതമായ അധികമായാൽ അമൃതം വിഷമാണ്. ഞാൻ അത് പറഞ്ഞ വേറെ ഈ പദം ഉണ്ടായിരുന്നു. ബാക്കി കേൾക്കാം നമുക്ക്. രീതി ചെയ്യാൻ പറയണം. അങ്ങനെയൊക്കെ അവൾ സെക്സിന് ആദ്യമൊക്കെ അവൾ ഒരുപാട് എതിർത്തപ്പം പറഞ്ഞു, നീ മാത്രം നമ്മൾ മാത്രമല്ല ഇങ്ങനെ, നമ്മൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞു. അങ്ങനെ അവൾ അതിനകത്തിൽ അവൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവൾ കുറേ വഴക്കിട്ടതിന് ശേഷം അവളുടെ ഫ്രണ്ട്സിനോട് അങ്ങോട്ട് അന്ന് ഷെയർ ചെയ്ത്, അതിന് കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്, അവളുടെ സെയിം ഏജുള്ള ഒരാളോട് അവളിങ്ങനെ ഷെയർ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, നമുക്കൊരു മാനസികമായിട്ടുള്ളൊരു അസുഖമാണ്, അത് നമുക്ക് എന്തെങ്കിലും ചികിത്സിക്കാൻ പറ്റുമെങ്കിൽ ചികിത്സിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ ആദ്യം ഇങ്ങനെ സമ്മതിച്ചു, ഓക്കെ നമുക്ക് ഇങ്ങനെ സംസാരിച്ചത് നമുക്ക് അവളെ കൊണ്ട് പറ്റില്ല, നമുക്കൊരു കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അയാൾ ആദ്യം സമ്മതിച്ചു. പിന്നെ അയാൾ പഴയപടി തന്നെ. അതിനുശേഷം അവളുടെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അപ്പം അവൾ നമുക്കറിയാലോ പ്രഗ്നൻസി ടൈമിലൊക്കെ നമ്മൾ വേറൊരു അവസ്ഥയായിരിക്കും. ആ ടൈമിൽ അയാൾ ഫേസ്ബുക്ക് വഴിയും ഒക്കെ കുറേ പെണ്ണുങ്ങളായിട്ട് കണക്ഷനായി, അങ്ങനെ ഏതോ ഒരു സ്ത്രീയുമായിട്ടൊക്കെ ബന്ധമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവൾ അറിഞ്ഞു അതിന് മുൻപേയും ഇയാൾക്ക് ഇങ്ങനെ കുറച്ച് പെണ്ണുങ്ങളായിട്ടൊക്കെ ഇയാൾക്ക് കുറച്ച് ബന്ധങ്ങളൊക്കെ ഉണ്ട്, അത് സെക്ഷലി റിലേഷൻഷിപ്പ് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ ഈ ബന്ധം പിന്നെ സ്ഥാപിച്ചതും ഇയാൾ ഫേസ്ബുക്ക് വഴി എവിടെയോ ബന്ധം സ്ഥാപിച്ച ആ സ്ത്രീക്കും ഹസ്ബൻഡും 2 മുതിർന്ന കുട്ടികളുള്ള ഒരു സ്ത്രീയായിട്ടാണ് അയാൾ വീണ്ടും ബന്ധം സ്ഥാപിച്ചത്. അങ്ങനെ അവരുമായിട്ട് കുറച്ച് നാൾ റിലേഷനായി. പിന്നെ ഇവളറിഞ്ഞു അവളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയി, ഒരു വേർപിരിയലിൻ്റെ വക്കിൽ വരെ എത്തിയതാണ്. പിന്നെ ഫാമിലിയുള്ളവരും എല്ലാവരും സംസാരിച്ചപ്പം ഇവളിങ്ങനെ റീസൺസ് ഒക്കെ പറയുമ്പോഴും അവരുടെ വീട്ടുകാരെല്ലാം പ്രൊട്ടക്ട് ചെയ്യും, മകൻ അങ്ങനെ ചെയ്യില്ല, മകൻ അങ്ങനെ പോകില്ല, ഞങ്ങൾക്കറിയാവുന്ന ആളങ്ങനെ പോകില്ല എന്ന് പറഞ്ഞിട്ട് അവർ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതാണ് മറ്റൊരു പ്രശ്നം. നമ്മുടെ പിള്ളേർ എന്ത് തെറ്റ് കാണിച്ചാലും, എനിക്ക് പിള്ളേരില്ല, ഇങ്ങേർക്കും പിള്ളേരില്ല, പക്ഷെ നമുക്ക് ബേസിക് കോമൺ സെൻസ് വെച്ചിട്ട് ഇത് അറിയാവുന്ന, ഇവർക്ക് കേൾക്കുന്നവർക്ക് അറിയാൻ പറ്റുമല്ലോ. ഒരാളുടെ മക്കൾക്കൊരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴത്തേനും അതിന് തിരുത്തണം. അതിന് പകരം എൻ്റെ മകനോ മകളോ ചെയ്യുന്നോ അവരെന്ത് തെറ്റ് ചെയ്താലും അടിപൊളി കിടിലോ എന്ന് പറയുമ്പോഴത്തേനും ഈ പിള്ളേരാണ് പോയിട്ട് ഉള്ള ഇല്ലായ്മ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നൊരു വാക്ക് പറഞ്ഞാൽ അതാന്തികമായിട്ടുള്ള സാധനങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നൈസാണ്. ഇതുപോലത്തെ ഒത്തിരി സംഭവങ്ങളുണ്ട്. ചില ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് തടിയുള്ള സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. തടിയുള്ള സ്ത്രീകളെ എവിടെ കണ്ടാലും ഇവന്മാർ ചേസ് ചെയ്ത് വിളിക്കും. ചില ആളുകൾക്ക് സെലിബ്രിറ്റീസിനോടായിരിക്കും ഇത്തരത്തിലുള്ള ക്രഷും കാര്യങ്ങളൊക്കെ തോന്നുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ ദുബായ് കേസ് കണ്ടില്ലായിരുന്നു, സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് പോയതെന്ന് പറഞ്ഞിട്ട്. ഇതുപോലത്തെ ഒരുപാട് തരത്തിലുള്ള ഫാന്റസീസും അഡിക്ഷൻസും നമുക്ക് ചുറ്റുമുണ്ട്. ഇതൊക്കെ നമ്മളിലേക്ക് പകരാനുള്ള കാരണം ഈ ഇതുപോലത്തെ കുറെ സൈറ്റുകൾ 99% ഈ പറഞ്ഞ ഇന്റർനെറ്റ് തന്നെയാണ്. നമ്മൾ ഡാർക്ക് വെബ് എന്ന് പറയുന്ന പോലെ തന്നെ ഇതൊരു പ്രത്യേകതര സംഭവമാണ്. ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്ന കഴിഞ്ഞ ദിവസം അലൻ ജോസ് പെരേര അവന്റെ ഫോൺ എടുത്ത് തിരിച്ചപ്പോഴത്തേനും കണ്ടായിരുന്നത്, ഇല്ല, അവൻ ഫോൺ എടുത്ത് അവൻ 150 രൂപ ബിരിയാണിക്ക് കൊടുത്തെന്നുള്ള തിരിച്ചപ്പോഴത്തേനും 92 ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ ഗ്രൂപ്പുകൾ നിങ്ങൾ അത് ഇതുപോലത്തെ ഒരു ഇമാതിരി ഗ്രൂപ്പുകളും ഒരേ ഇൻട്രസ്റ്റ് ഉള്ള കുറെ ആളുകളും ഒക്കെ ചേരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാകുന്നതും. ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ 2 ഫ്രണ്ട്സ്, ഇപ്പം എനിക്ക് അങ്ങനെ ഒരു വൃത്തിയായിട്ട് ആശയം തോന്നി, ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്തായിരിക്കും ചെയ്യുന്നത്? ചിലപ്പോൾ എൻ്റെ കാരണം നോക്കണം തരും. അപ്പം അങ്ങനത്തെ കൂട്ടുകാരില്ലാത്തതും അവൻ എന്ത് പറഞ്ഞാലും അത് ശരി, സൂപ്പർ, അടിപൊളി, കിടക്കാൻ സ്ഥിരം കണ്ടോണ്ടിരിക്കാനല്ല, അത്ര കൂട്ടുകാരെ സ്ഥിരം ഇപ്പൊ കണ്ടോണ്ടിരിക്കുകയല്ലേ. അവളെ എന്തായാലും അവൻ എന്ത് ചെയ്താലും മാസ് കൊലമാസ് എന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ ചെയ്ത് പറയുന്നത് സ്വാഭാവികം. അത് ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നതല്ല, അത് ഇട്ട് കൊടുക്കുന്നത്. അത്രേ ഉള്ളൂ. എന്താ നമ്മൾ സംസാരിച്ചല്ലോ, ഇട്ട് കൊടുക്കുന്നതാണ്. നമുക്ക് ബാക്കിയേക്കാം. അയാളുടെ ഭാഗത്താണ് നിൽക്കുന്നത്. പിന്നെ ഇവള് തെളിവുകൾ സഹിതം കാണിച്ചിട്ട് കൂടി അവരതിനെ അങ്ങോട്ട് നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്തത്. അവൾക്ക് തോന്നുന്നതാണ്, അവളോട് പറഞ്ഞത് പോസ്റ്റ് ഡെലിവറി ട്രോമ കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത്. എന്തായാലും അത് ഒരുവിധം അവൾ പിന്നെ അതുമായിട്ട് അഡ്ജസ്റ്റ് ആയി ജീവിച്ചു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് അയാളുടെ ആവശ്യങ്ങൾ കൂടി വന്നതെന്ന് വെച്ചാൽ അവൾക്ക് പുതിയ കുക്കോൾഡോ അങ്ങനെ ഒരു രീതി, അതായത് അവൾ വേറൊരു ചെറുക്കൻ്റെ കൂടെ, അതായത് പ്രായപൂർത്തി 18 വയസ്സായപ്പോൾ 25 വയസ്സിന് താഴെയുള്ള ഒരു ചെറുക്കനായിട്ട് കിടന്ന് അവൻ്റെ ലൈഫിലെ ഫസ്റ്റ് സെക്സ് കാണാനൊരാഗ്രഹം. അപ്പം അത് അവൻ്റെ ഭാര്യ വേറൊരു ചെറുക്കൻ്റെ കൂടെ എൻജോയ് ചെയ്യുന്നത് കാണാനൊരാഗ്രഹം. അപ്പം അതിന് വേണ്ടിയിട്ട് അവൾ കുറേ വഴക്കുകൾ ഇട്ടു, സമ്മതിക്കത്തില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അവരുടെ കുടുംബജീവിതം തന്നെ അത് കാരണം ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പം ഇവളോട് പറയുന്നത്, നീ അത് ഇത് അലൻ ജോസ് പെരേരയുടെ ചാറ്റ്. ഇത് അലൻ ജോസ് കുക്കോൾഡ് അല്ലേ? കുക്കോൾഡ്. ഞാൻ ശ്രദ്ധിച്ചു, എനിക്കത് മനസ്സിലായില്ല. ഇല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ആയിട്ട് ആഡ് ചെയ്ത ഇതൊക്കെയാണ് ഈ സംഭവം. ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായി കുക്കോൾഡ്. ഐ നോ ഈച്ച് ആൻഡ് എവരിതിങ്. ഞാൻ ഇന്നലെ ഉത്സവത്തിനൊന്നും പോകുന്നില്ലെങ്കിൽ എനിക്ക് എല്ലാം അറിയാം. സത്യമായിട്ട് ഞാനത് കണ്ടിക്കും. ഞാൻ നോക്കി ഇതിനകത്ത് ഫേസ്ബുക്കിൽ അതെന്താണെന്നുള്ള ഐഡിയ എനിക്ക് കിട്ടില്ല. ഫേസ്ബുക്കിൽ ഈ സാധനം കണ്ടപ്പോ ഞാൻ ഈ സ്ക്രീൻഷോട്ട് എടുപ്പോൾ ഞാൻ ഇവര് പാട്ടെടുക്കുന്ന മറ്റേ വാഴ 2 പാട്ടാണ്, തൂക്കി ചുവന്ന കരങ്ങളുണ്ട്. മെജോറിറ്റി ആളുകൾക്ക് ഇതിനെ കുറിച്ച് വലിയ പിടിയില്ല. മേളിൽ പേര് ഞാൻ കണ്ടു, കുക്കോൾഡ് എന്താ സംഭവം, ഞാൻ ആലോചിച്ചു. അപ്പൊ ഞാൻ എന്തെങ്കിലും വാട്സപ്പ് മറ്റേ ഗ്രൂപ്പിലായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ വിട്ടു. എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടായിരുന്നു ഇതിന് മുമ്പേ. ആ ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് ലെഗ് ലവർ എന്നും പറഞ്ഞിട്ടൊരു പേജ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ പേജിനോട് ഞാൻ സംസാരിച്ചപ്പോൾ ഇവന്റെ പേജിൽ പല ആൾക്കാരുടെയും കാലിന്റെ പടങ്ങളൊക്കെ പിക്ചർ വരച്ചിടുക. എന്നിട്ട് ഞാൻ ഇവനോട് സംസാരിച്ചപ്പോഴാണ് ഇവൻ ഈ കഥകളെല്ലാം പറയുന്നത്. അവൻ അതിൽ നിന്ന് പുറത്ത് വരണമെന്ന് ആഗ്രഹമേ ഇല്ല. അതവൻ ഭയങ്കര സംഭവം, അവൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. അവൻ ആരെ കണ്ടാലും വേറൊന്നുമില്ല,
കാലുണ്ടോ, കാല് കാണിക്കാവോ, കാല് കാണിക്കുക, ഇത് മാത്രമേ ഉള്ളൂ. ഇതേപോലെ പലതരത്തിലുള്ള അഡിക്ഷനാണ്. അതിലൊരു അഡിക്ഷനാണ് ഈ സാധനം. ഇപ്പൊ ഈ അലൻ ജോസ് പെരേരയുടെ ഈ സാധനം കണ്ടിട്ട് പല ആൾക്കാർക്ക് ഇത് എന്തൊരു തേങ്ങയെന്ന് മനസ്സിലായിട്ടില്ല. ഇതാ സാധനം എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. ബാക്കിയാക്കാം. പിന്നെ അതുപോലെ തന്നെ വേണ്ടത് ഒന്ന് ഇങ്ങനത്തെ ആൾക്കാരുമായിട്ട് സെക്സ് ചെയ്യണം അവള്, കൊച്ചു ചെറുക്കന്മാരായിട്ട്. പിന്നെ ഇയാൾക്കും പോകണം, അത് വൈഫിന്റെ കൂടെ തന്നെ അയാൾക്കും പോകണം, വേറെ പെണ്ണുങ്ങളുടെ കൂടെ. അതേപോലെ തന്നെ വൈഫ് ഇത് ലെസ്ബിയൻ പോലെ ചെയ്യുന്നത് അയാൾക്ക് കാണണം, അതായത് വേറെ പെണ്ണിന്റെ കൂടെ. അതിന് അയാൾ പറയുന്ന നിന്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് നീ രീതിയിൽ സംസാരിച്ച് നോക്ക്, മേ ബി അവരൊക്കെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും, ആരും പുറത്ത് പറയാത്തതാ, അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ നീ ഈ സെക്സിന്റെ കാര്യങ്ങളൊക്കെ കൂടെയുള്ള ജോലി ചെയ്യുന്നവർക്ക് അവരോട് നീ സംസാരിക്കണം. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവളോട് സംസാരിക്കണം. അവൾ മേ ബി അവരുടെ ലൈഫിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണും, അവർ ചിലപ്പോൾ അതിനെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. നീ അങ്ങനെ സംസാരിച്ച് അവരുടെ മനസ്സറിയണം. അങ്ങനെയൊക്കെ കുറേ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അയാൾ പുതിയ ഇതുണ്ട് കുറേ. ഇപ്പം നമ്മുടെ ഒരു ഫേസ്ബുക്ക് ഉണ്ട്, ഫേസ്ബുക്കിൽ തന്നെ കുറേ പെണ്ണുങ്ങൾ ഇങ്ങനെ ഉണ്ട്. അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് പൈസയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നവരുണ്ട്. കൂടുതൽ ആൾക്കാർ ഇത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്നാണ് അവൾ പറയുന്നത്. അതായത് ഫേസ്ബുക്കിൽ നമ്മൾ പരിചയപ്പെട്ടിങ്ങനെ അതിനുവേണ്ടി പ്രത്യേക ഫേസ്ബുക്ക് ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 500 രൂപ 10 മിനിറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൾമാർ അപ്പുറത്ത് വരുന്ന അവൾമാരെല്ലാം നമുക്ക് കാണിച്ചു തന്നിട്ട് പരസ്പരം അവർക്ക് ഫോൺ വഴി വീഡിയോ കോൾ വഴി എൻജോയ് ചെയ്ത് സെക്സ് ചെയ്യുന്ന രീതി. അതൊക്കെ അയാൾ അഡിക്റ്റാണ് അതിനെല്ലാം. അത് ഇവരുടെ കൺമുന്നിൽ വെച്ച് അയാൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് ഓരോ ഫാമിലികൾ. ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാൻ തുറന്നു തന്നെ പറയാം, ആലപ്പുഴയിലുള്ള ഏതൊരു ഫാമിലി അവരുമായിട്ട് എന്തൊക്കെ സംതിങ് ഇതായി സെറ്റ് ചെയ്തിരിക്കുവാണ്. അതായത് അവർ റിയൽ മീറ്റ് ചെയ്തതിന് ശേഷം സെക്സിലോട്ട് പോകുന്നു. അവരൊക്കെ എന്തോ ടാറ്റു ആർട്ടിസ്റ്റ് അങ്ങനെ എന്തോ ആണ് അവർ ആലപ്പുഴയിലെ. അപ്പോൾ അവരുമായിട്ട് പോയിട്ട് സെക്സ് ചെയ്യാനായിട്ട് അപ്പോൾ ഇവളെ ഇതിന് വേണ്ടിയിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ അവരുമായിട്ട് ഫോൺ വിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ ഏകദേശം ഇതായി. അതിനുശേഷം ഇപ്പം അവർ ഇവരെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യാനായിട്ട്. വൈഫിന് അതൊട്ടും താല്പര്യമില്ല. അപ്പോൾ അവർ അതായത് വൈഫ് സാപ്പിങ് അങ്ങനെയാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും പിന്നെ ഇയാളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് കൊച്ചു ചെറുക്കന്മാരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ ഒത്തിരി ഉണ്ട്, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇതിന് വേണ്ടി നമ്മുടെ കൊച്ചു തലമുറകളെ നശിപ്പിക്കാനായിട്ടാണെങ്കിലും ഇതുപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുണ്ട്. അപ്പം ഇവളിങ്ങനെ ആരോട് ഇത് പറയും, ഇങ്ങനെ വിഷമിച്ച് അവളൊരു സൂയിസൈഡിൻ്റെ വക്കിൽ ഒരു കുഞ്ഞുണ്ട്, അവൾ എന്ത് ചെയ്യുമെന്ന് അറിയാതെ അവളിങ്ങനെ നടക്കുകയാണ്. അപ്പം അവരൊരു ക്രിസ്ത്യൻ ഫാമിലിയാണ് നമ്മൾ. അപ്പം എന്താ പറയുക, എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ ആകെ ഒരു കൺഫ്യൂഷൻ. അവൾ കുഞ്ഞുള്ളതുകൊണ്ട് ഒരു പെൺകുഞ്ഞാണ്, നാളെ അതിൻ്റെ ഭാവി എന്താകും, അങ്ങനെയൊക്കെ ചിന്തിച്ച് ഒരുപാട് വിഷമത്തിലാണ് അവൾ നടക്കുന്നത്. ഇത് നമ്മളുടെ സമൂഹ മാധ്യമങ്ങളിൽ ഒന്ന് എത്തിക്കണം, യൂട്യൂബ് വഴി. ഇപ്പം ബ്രദറൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് ഇതുപോലെ യൂട്യൂബേഴ്സിന് ഇതുപോലെ രേണുസുതി അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇങ്ങനെ കൊണ്ടുവരുന്ന അവരുടെ പ്രശ്നങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനകത്ത് നമുക്കൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളൊരു വോയിസ് മെസ്സേജ് അയക്കുന്നത്. അതിനകത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഒരു സമൂഹത്തിന് മുൻപിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മൾക്കിടയിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് അറിയിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യാൻ പറ്റുമോ? ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു കുഞ്ഞും ഒരു അമ്മയും രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ. അതുപോലെ എത്രയോ വീടുകളിൽ കാണും, ഒരുപാട് വീടുകളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടാകും. അതുപോലെ നമ്മൾ കണ്ടാൽ അറിയിക്കുന്ന കാര്യങ്ങളാണ് അതിനകത്തൊക്കെ കാണുന്നത്. അവളപ്പോൾ എനിക്ക് കാണിച്ചു തന്നു ഈ ഒരു കാര്യങ്ങളും അതും ഇതൊക്കെ നമുക്ക് പോലും അറപ്പ് തോന്നുന്ന കാര്യങ്ങളാണ് അതിനകത്തിലെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ. അപ്പം നിങ്ങൾക്ക് ഇതൊന്ന് സമൂഹത്തിന്റെ മുൻപിൽ ഒന്ന് എത്തിച്ചെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ആക്ച്വലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ, എത്തിക്കാൻ ഒരുപാട് പേര് വേണം. ഇനി ഞാൻ എക്സ്പോസ് ചെയ്ത് തരാം. ഫേസ്ബുക്കിനകത്ത് ഇങ്ങനത്തെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ബേസിക്കലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ ഡിവോഴ്സ് ആയിട്ടുള്ള ആളുകളെയൊക്കെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് അതിനകത്തുള്ള പോസ്റ്റുകൾ ഉണ്ടാവും. ഞാൻ ഇടയ്ക്ക് ഫേസ്ബുക്ക് ഒരു ഗ്രൂപ്പ് കണ്ടു, ഡിവോഴ്സീസിന്റെ ഒരു ഗ്രൂപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അറിയില്ല, ജെന്യൂൻ ആയിട്ടുള്ളത് ഉണ്ടാവും. പക്ഷേ ഇങ്ങനത്തെ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ സ്ക്രീൻഷോട്ട് അയച്ചത് ഈ വീഡിയോക്ക് ആഡ് ചെയ്തത്. ശരിയാവില്ലല്ലോ, നമ്മള് ഫുൾ ഇൻഫർമേഷൻ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിനൊക്കെ എതിർക്കുന്നത്. ചില കാണുന്ന ആൾക്കാർ വിചാരിക്കും നീ എന്തിനാ അവളെ നീ ഇതിനെ കുറിച്ചൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് എതിർക്കുന്നത്. ഇതിനകത്തോട്ടൊക്കെ പോയി ഇപ്പം നമ്മൾ എതിർത്തില്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്റെ മോനോ മോളോ പോയി ഇതിനകത്ത് ചാടും. ഇപ്പോഴത്തെ പിള്ളേർ തന്നെ ഒന്ന് ആലോചിക്കും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സബ്സ്ക്രിപ്ഷന്റെ കാര്യം വന്നില്ലേ, ഈ സബ്സ്ക്രിപ്ഷൻ വന്നിട്ട് ഇന്ന് രാവിലെ ഞാനൊരു അക്കൗണ്ട് കണ്ടു, ടോക്ക് വിത്ത് അഷിത എന്ന് പറഞ്ഞിട്ട്. രാവിലെ അവർ അമ്പലത്തിൽ പോകും, വൈകുന്നേരം തുണി പറിക്കും. ഇതാണ് പരിപാടി. 2 വീഡിയോ ഇടുന്നുണ്ട്, എന്നിട്ട് ഒന്ന് പറയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയും. ഒന്ന് ആലോചിക്കും. ഇതൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് പൂജാരിയായിരുന്നു. ഇവൻ്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ പല പെൺകുട്ടികളെയും പ്രേമിക്കുക, അവരെ വളയ്ക്കുക, അവരുടെ ഉടിമനത്തി പരിപാടികൾ ചെയ്യുന്നതൊക്കെ ഉള്ളായിരുന്നു. ഞാനിപ്പോൾ ഇവനോട് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞു, ന്യായീകരണം എന്നറിയോ, അമ്പലത്തിലെ ശില്പങ്ങൾ നീ കണ്ടില്ലേ, നമ്മളിതിന് ഭയങ്കര ഇമ്പോർട്ടൻസാണ് കൊടുക്കുന്നതെന്ന്. അവനാണ് അവിടുത്തെ പൂജാരി. അത് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അവനത് ശരിയാണെന്നാണ് വിശ്വസിക്കുന്നത്. അവന്റെ മുമ്പിലാണ് സ്ത്രീകൾ പോയി തൊഴുന്നതും. ഓരോ സ്ത്രീകൾ അങ്ങനെയല്ലേ കാണുന്നത്, മുന്നിൽ വരുന്ന ആൾക്കാരെ. അല്ല, അവൻ പറഞ്ഞു ന്യായീകരണം, നമ്മുടെ ഇവിടുത്തെ ശില്പങ്ങൾ കണ്ടിട്ടില്ലേ, അങ്ങനെയാണ്. സോ നമ്മൾക്ക് അതിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെന്ന് ഒരു അമ്പലത്തിലെ പൂജാരി എന്നോട് പറയാണ്. മിക്കവാറും ഞാൻ ഏറിപ്പോകുന്നു. നമുക്ക് വീഡിയോ പെട്ടെന്ന് അവസാനിപ്പിക്കാം. എനിവേ, അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം പരിപാടികൾ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞു വിലക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അത് അവരുടെ ലൈഫിനെ വല്ലാണ്ട് ബാധിക്കും. ഇഷ്ടത്തോടെ പോയാലും ഇഷ്ടപ്പെടാതെ പോയാലും എല്ലാം കണക്ക് തന്നെയാണ്. ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, മെഡിക്കലി ഉള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. 2, നമുക്ക് സ്വന്തം പാർട്ട്ണറോടുള്ള ഒരു ലോയൽറ്റി നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്.
3 മറ്റുള്ളവരുടെ ഒരു ജീവിതം കൂടെ നശിപ്പിക്കാനുള്ള ഉറപ്പായിട്ടും. സാധ്യതകളുണ്ട്. 4 ഇത് പലരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. 5 വരും തലമുറകളൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഇതിനകത്ത് ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട്. സോ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കാപ്പിന് പോവാതിരിക്കുക. സത്യം, അതിന് പോകാതിരിക്കുക. വേറൊന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഹൈപ്പുള്ള സമയമാണ്, കാരണം വീക്ക് സ്റ്റാർട്ട് ആണല്ലോ, ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ചധികം ആൾക്കാരിലേക്ക് ഈ വിവരം എത്തും, ഈ ഇൻഫർമേഷൻ എത്തും. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.